എങ്ങനെയാണ് എഗ്ഗ് സ്റ്റോർ ചെയ്യേണ്ടത്? എഗ്ഗ് അൺവാഷ്ഡ് ഉണ്ടാവും, വാഷ്ഡ് ഉണ്ടാവും. ഇന്ത്യയിലൊക്കെ അൺവാഷ്ഡാണ് കിട്ടുന്നത് സാധാരണ. അപ്പം ഇത് സ്റ്റോർ ചെയ്യേണ്ടത് വെച്ചാൽ ഈ സംഭവം ബോക്സിലൊക്കെ വാഷ് ചെയ്യരുത്. ഈ എഗ്ഗ് കിട്ടിയ പാട് വാഷ് ചെയ്യരുത്. കാരണം അതിൻ്റെ ബ്ലൂം എന്ന് പറഞ്ഞൊരു ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്. അത് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അത് നഷ്ടപ്പെട്ടാൽ സ്പോയിലേജിന് കാരണം. സോ ഇത് ഡയറക്റ്റ്ലി ബോക്സിൽ കീപ്പ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് മിഡിൽ പാർട്ട് ഓഫ് ദി ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഇതിൻ്റെ മേലെയും താഴെയും ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ സൈഡിലെ ഡോറിലും വെക്കരുത്. നമ്മൾ കണ്ടിന്യൂസ്ലി ഓപ്പണും ക്ലോസും ചെയ്യുന്നതുകൊണ്ട് അവിടെയും ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് ലീഡ്സ് ടു ദി സ്പോയിലേജ്. അതേപോലെ ഈ US-ലൊക്കെയും വാഷ്ഡ് ആയിട്ടുള്ള എഗ്ഗാണ് കിട്ടുന്നത്. അപ്പോൾ അവർ ചെയ്യേണ്ടത് വെച്ചാൽ അവർ ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം കീപ്പ് ചെയ്യേണ്ടത്. കാരണം ആ ബ്ലൂം ഓൾറെഡി നഷ്ടപ്പെട്ടിട്ടാണുള്ളത്. ഓക്കെ.